യേശുവേ നന്ദി നന്ദി, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിൻ്റെ ആരാധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ജനം ഉടമ്പടിയിൽ പുരോഗമിക്കുന്നത് ആരാധനയിൽ വളർച്ച പ്രാപിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ സാക്ഷ്യം പറയുന്നവരെല്ലാം അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നില്ലേ. അത് കാരണം ആരാധനയിലാണ് അച്ഛൻ ഓരോ കാര്യങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നത്. ഉടമ്പടി എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടത്, നമ്മുടെ വിഷയം ഉടമ്പടിക്ക് എങ്ങനെയാണ് അഭിമുഖമായിട്ട് വെക്കേണ്ടത്, വെക്കുമ്പോൾ നമ്മളതെങ്ങനെയാണ് ആ വിഷയത്തിന് മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാവുന്നത്, ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഉടമ്പടി പ്രകാരം, ഇങ്ങനെയുള്ള ഒരു ബിബ്ലിക്കൽ ടെക്നോളജിയാണ് ശരിക്കും ഉടമ്പടി ധ്യാനത്തിൻ്റെ കാത എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഓരോ നോട്ടേഷൻസ് നിങ്ങൾക്ക് തരണത്. അപ്പോൾ ഉടമ്പടി ധ്യാനം ഫോളോ ചെയ്യണം. അതെല്ലാ ധ്യാനവും. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായത്, പണ്ടെങ്ങോ അവർ കേട്ടൊരു ധ്യാനമാണ്, പണ്ടെങ്ങോ പറഞ്ഞ ഒരു ധ്യാനമാണ്. ഇപ്പോഴവർ കാഷ്വലായിട്ട് നോക്കിയപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തൊരു ഗെറ്റ് ത്രൂ കിട്ടി. അപ്പോൾ എല്ലാ ധ്യാനങ്ങളിലും ദൈവം അതിൻ്റെ ഗെറ്റ് ത്രൂ എന്ന് പറയുന്നത് എന്താണ്? പോംവഴി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളല്ലേ നമ്മൾ ഉടമ്പടിയിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ പോംവഴികൾ, പരിഹാര മാർഗങ്ങൾ, നിർദ്ധാരണ സങ്കേതങ്ങൾ ഒക്കെ ബിബ്ലിക്കൽ ഫോർമുല ഉണ്ട്. ഈ ബിബ്ലിക്കൽ ഫോർമുലയാണ് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരണത്. അതുകൊണ്ട് തന്നെ ഓരോ ഉടമ്പടി ധ്യാനവും തമ്മിൽ ഒരിക്കലും മിക്സ് ആകത്തില്ല. നേരത്തെ പറഞ്ഞു തന്നെ പിന്നെയും പറയത്തില്ല. 1000 ഉടമ്പടി ധ്യാനം ഉണ്ടെങ്കിൽ 1000 ടോപ്പിക്കായിരിക്കും. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളറിയാമല്ലോ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. ഞാൻ ജയേഷും അവിടെ അയർലൻഡിൽ ധ്യാനിപ്പിക്കാൻ പോകുകയായിരുന്നു. അപ്പോൾ ഞാൻ ഭയപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെയുള്ള ധ്യാനങ്ങളൊന്നും പുറത്ത് ഞാൻ എടുക്കത്തില്ലായിരുന്നു പണ്ട്. ഇപ്പോൾ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളിത് കഴിയുമ്പോൾ ഇനി ഇസ്രയേലിലെ കർത്താവിൻ്റെ ജന്മസ്ഥലത്ത്, അതുപോലെ തന്നെ ഗലീലിയയിൽ ധ്യാനം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ജെറുസലേമിൽ ധ്യാനം എടുത്തിട്ടുണ്ട്, പിന്നെ ഇസ്രയേലിൻ്റെ തലസ്ഥാനത്ത് ധ്യാനമുണ്ട്. അപ്പോൾ പണ്ടെടുക്കത്തില്ലായിരുന്നു. എടുക്കാത്തതിൻ്റെ കാരണം 3-4 കാരണങ്ങളാണ്. ഒന്ന്, എനിക്ക് കർത്താവ് അനുവാദം തന്നിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ കാരണങ്ങളെല്ലാം എൻ്റെ ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ്. ശാരീരിക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തണുപ്പ് വന്നപ്പോൾ തൊണ്ട അടക്കുകയും പിന്നെ തോട്ട് സോർ ഉണ്ടാകുകയും അത് ശ്വാസം മുട്ടലാകുകയും വലിവാകുകയും ന്യൂമോണിയ ആകുകയും, ഇത് എല്ലാ എൻ്റെ വർഷങ്ങളായിട്ടുള്ള, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള 1 വർഷം 3 പ്രാവശ്യമെങ്കിലും ചെസ്റ്റ് ബ്ലോക്കാവും. ചെറിയ ജലദോഷത്തെ തുടങ്ങിയിട്ട് ഇൻഫെക്ഷൻ കയറി, പിന്നെ പനിയായി, പിന്നെ ശ്വാസത്തിൽ കഫ തടസ്സം ഉണ്ടായി, അത് പഴുത്ത് പിന്നെ കിടപ്പായി, പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ പൊങ്ങി വരത്തുള്ളൂ. ഇതിപ്പോൾ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയാണ്. ആദ്യം എനിക്കതിനെക്കുറിച്ച് ഭയങ്കര സങ്കടവും ഉത്കണ്ഠയ്ക്കായിരുന്നു. പിന്നെ കുറേ നാളായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് നമ്മളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻ്റ് ഉണ്ട്. നമുക്കറിയാമല്ലോ, നിങ്ങൾക്കും ഉണ്ടാവും ആ പേയ്മെൻറ്റ്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കും, ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി ഇടിച്ചല്ല, ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് വണ്ടി ഇടിക്കത്തതില്ല, ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പാടുകേടായല്ല, ക്ഷീണമായല്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റാണത്. അപ്പം നിങ്ങൾ സന്തോഷിക്കണം. ബോധം ഉണ്ടെങ്കിൽ സന്തോഷിക്കണം, ബോധമില്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോകണം, ഉടമ്പടി എടുക്കരുത്. കാര്യം ഇതിനെല്ലാം, അതായത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മുടെ സിറ്റുവേഷൻസ് വീക്കാക്കി കളയും. ദൈവം അതെല്ലാവരും അറിയണം, സിറ്റുവേഷൻസ് വീക്കാക്കി കളയും. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കൊരു ജോലി പ്രശ്നമേ ഉള്ളെന്ന് വിചാരിച്ചോ, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കൊരു പ്രൊമോഷൻ പ്രശ്നമേ ഉള്ളൂ,
ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്കൊരു PR പ്രശ്നമേ ഉള്ളൂ, ഒരു പ്രശ്നവുമില്ല, ഒരു വീടിൻ്റെ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ആ വീടിന് വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറയും. അയ്യോ, അതായത് അതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സത്യസന്ധമായ ദൈവാനുഗ്രഹത്തിന് പേയ്മെൻറ്റ് മസ്റ്റാണ്, ഫ്രീ അല്ല. നമുക്ക് ഫ്രീ ഒക്കെ കിട്ടുന്നത് വളരെ എല്ലാ കാര്യവും ഫ്രീ കിട്ടത്തില്ലല്ലോ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫ്രീ കിട്ടത്തില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈശോയോട് തന്നെ ദൈവത്തിന് വേണമെങ്കിൽ മനുഷ്യൻ്റെ പാപങ്ങളെ പൊറുക്കട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് ഇവിടെ വന്നിട്ട് അതല്ല ചെയ്തത് അല്ലേ? ആ കുഷ്ഠരോഗിയുടെ എന്താ പറഞ്ഞത്? കുഷ്ഠരോഗിയോട് എന്താ പറഞ്ഞത്? നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. 5:9 മർക്കോസിലെ തലവാത രോഗിയെ കട്ടിലോടുകൂടി താഴേക്ക് ഇറക്കുമ്പോൾ ഈശോ പറഞ്ഞ വാക്കാണ്. എന്താണ്? ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം തിരുവചനം വായിച്ചോളൂ. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ലുക്ക 5:9 ലൂക്കായുടെ സുവിശേഷത്തിൽ വരുമ്പോൾ 5-ാം അധ്യായം 9-ാം വാക്യമാണ്. എന്താണ്? മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു സിമ്പിൾ സംഭവമാണ്. ഇത് ദൈവത്തിന് പൊതുവെ പറഞ്ഞാൽ മതിയായിരുന്നോ? പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരാം. മനസ്സിലായോ? മനുഷ്യരാശിയുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കാൻ ഒരു വാക്ക് മതി. ഇതിന് മനുഷ്യാവതാരത്തിൻ്റെ കാര്യം പോലും ഇല്ല പാപങ്ങൾ ക്ഷമിക്കാൻ. കാര്യം മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പാപത്തിന് പരിഹാരമാണ്. അപ്പോൾ ഈ പരിഹാരം എന്നുള്ള വിഷയം, റെമിറ്റൻസ്, ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ്. ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെടേണ്ടി വന്നത് പാപത്തിന് പരിഹാരമാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്താണ്? ഈ നീതിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഈസിയായിട്ട് തരാൻ കഴിയാവുന്ന കാര്യങ്ങൾ ദൈവം നമ്മളുടെയൊക്കെ എന്താ വാങ്ങിക്കണത്? അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിക്കുക. പേയ്മെൻറ്റായിട്ട് എന്താണ് മേടിക്കണത്? പേയ്മെൻറ്റായിട്ട് വാങ്ങിക്കണത് നിങ്ങളെ കഷ്ടപ്പെടുത്തുകയൊന്നുമല്ല. 3 കാര്യങ്ങളാണ് ദൈവം പേയ്മെൻറ്റായിട്ട് വാങ്ങിക്കണത്. എന്തൊക്കെയാണ്? വിശ്വാസം, പിന്നെന്താണ്? പ്രത്യാശ, പിന്നെന്താണ്? സ്നേഹം. ഇത്രയും കാര്യമാണ് ദൈവം പേയ്മെൻറ്റായിട്ട് വാങ്ങിക്കണത്. അതുകൊണ്ട് ഉടമ്പടിയിൽ വാഗ്ദാനം പ്രാപിക്കാൻ പോകുന്നവരെ ഈ 3 പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ആസ്തി ഭദ്രതയുണ്ടോ എന്ന് നോക്കണം. ആസ്തി ഭദ്രത, അതിനാണ് ഈ ഉടമ്പടി ധ്യാനം നടത്തുന്നത്. ചിലർ ഉടമ്പടി ധ്യാനം കൂടാതെ വന്നിട്ട് ഓഫീസിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ കാര്യം ചോദിച്ചു നടക്കും. അപ്പോൾ നമുക്ക് അറിയാം ഇവർ ഉടമ്പടി ധ്യാനം കൂടിയിട്ടില്ല, വെറുതെ കൊണ്ടുവന്ന് എന്തോ അഭ്യാസം കാണിച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക്, നമുക്കറിയാം ഇത് കറക്റ്റായിട്ട് ഉടമ്പടി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി സിൽവർ ഗ്രേ ഇപ്പോൾ എത്ര പേര്? 12 പേരുടെ കയ്യിൽ ഇരിപ്പുണ്ട് സിൽവർ ഗ്രേ. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും മാതാവിൻ്റെ ജീവിക്കുന്ന ഒരു നിറവാണ് സിൽവർ ഗ്രേ. 12 പേരുടെ കയ്യിൽ ഉള്ള ഉടമ്പടി, വെള്ള ഉടമ്പടി കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഉടമ്പടി സിൽവർ ഗ്രേ. ഉടമ്പടി സിൽവർ ഗ്രേയിൽ ഇപ്പോൾ കൊച്ചച്ഛനിടക്ക് അവരങ്ങനെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് വന്നത് അച്ഛൻ്റെ അടുത്താണ്. അവർക്ക് ആർക്കും എന്നെ കാണണമെന്നൊരു നിർബന്ധവും ഇല്ല. എന്താ കാര്യം? അവർ ഉടമ്പടിയുടെ A to Z ജീവിത രീതികൾ പഠിച്ചിട്ട് അവർക്ക് തന്നെ സ്വന്തമായിട്ട് പരപ്രസാദം ഉൽപ്പാദിപ്പിക്കാനും വരുന്ന സാഹചര്യങ്ങളെ എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ അവകാശത്തിലാക്കണമെന്നൊക്കെ അവർക്ക് ബുദ്ധിയും ബോധമുള്ളവർക്ക് മനസ്സിലാകും. കാര്യം നമ്മളൊരു ഇമോഷണൽ സെറ്റപ്പിൽ നിന്നാണ് ഡെലിവർ ആയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ വിശ്വാസം ഒരു ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് അച്ഛൻ ഇന്ന് കുർബാനയ്ക്ക് സംസാരിച്ചത്. വിശ്വാസം ബുദ്ധിപരമായ ഒരു നിക്ഷേപമായി മാറിയിരിക്കുകയാണ്. വിശ്വാസ ജീവിതം, വിശ്വാസമല്ല, വിശ്വാസ ജീവിതം. അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് വെക്കാൻ ആർക്ക് കഴിയുന്നുവോ? ഇപ്പം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുന്നവരെ, അല്ല നമ്മുടെ ശരീരത്തിൽ വരുന്ന പോരായ്മ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന സ്നേഹരാജ യേശുവേ. കൊളോസ്യസ് 1:24
നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ പറഞ്ഞ ഏറ്റു പറഞ്ഞ ഇതൊരു ക്യാപിറ്റൽ വേർഡാണ്, ഇതൊരു ആണിവചനമാണ്. നമ്മൾ കീ വേർഡ് എന്നൊക്കെ പറയത്തില്ലേ. പറഞ്ഞ കൊളോസ്യൻസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം, മുതലെടുക്കണം. ഇതാ ഞാൻ പറഞ്ഞത് ഇൻഡസ്ട്രിയൽ നിക്ഷേപമാണെന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. കൊരിന്തോസ് 6:20 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരാണ് നമ്മളെ വിലക്ക് വാങ്ങിയത്? ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ പേയ്മെൻറ്റ് നടത്തിയതാണ്. ആരാണ് പേയ്മെൻറ്റ് നടത്തിയത്? ക്രിസ്തു. അപ്പോൾ നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന് പറയുമ്പോഴേ ക്രിസ്തു നമ്മൾ ചെയ്ത മനുഷ്യരാശിയുടെ ബലഹീനതകൾ, ഇപ്പം ബലഹീനതകൾ പരക്കെ ഏത് മതക്കാരും അംഗീകരിക്കുന്നതാണ്. മനുഷ്യരാശിക്ക് ബലഹീനതയുണ്ടെന്ന്. ശബരിമലയെ അവർ ഇരുമുടി കെട്ടി പോകുന്നവരും അതുപോലെ കാബ സ്റ്റോണിലെ ഹജ്ജിന് പോകുന്നവരും എല്ലാവരും മനുഷ്യൻ്റെ ബലഹീനതയെ അവർ അംഗീകരിക്കുന്നുണ്ട്, അല്ലേ? മനുഷ്യൻ പാപാവസ്ഥയിലുള്ളതാണെന്ന്. പക്ഷെ സംബഡി ടു ഗീവ് ദി റെമിറ്റൻസ്, അതിന് ആരെങ്കിലും ഒരാൾ പരിഹാരം ചെയ്യണ്ടേ? ആ പരിഹാരമാണ് ദൈവപുത്രനായ ഈശോ നമുക്ക് വേണ്ടി ഏറ്റെടുത്തത്. കൈയടിച്ച് കർത്താവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മളെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് വേണ്ടി ദൈവം വ്യയം ചെയ്തതാണ്, വില കൊടുത്തതാണ്. ഇത് ഘട്ടം ഘട്ടമായി നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണുള്ള പ്രൊവിഷനുണ്ട്. അപ്പം അത് മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളുടെ രോഗമായാലും പീഡയായാലും മനപ്രയാസമായാലും ഇതിനെ സമീപിക്കേണ്ട ഒരു സുവിശേഷ വിഹിതമായ രീതിയുണ്ട്. ഇത് ഘട്ടം ഘട്ടമായി നമുക്ക് വേണ്ടി ദൈവം ഒരുമിച്ച് തന്നത് ഘട്ടം ഘട്ടമായി നമുക്ക് ദൈവത്തിന് തിരിച്ചു കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? അതാണ് 1 കൊരിന്ത്യർ 6:20 കൊളോസ്യൻസ് 1:24 ലിങ്ക് ചെയ്യേണ്ടത്. 1 കൊരിന്ത്യർ 6:20 എന്താണ്? നിങ്ങൾ പറഞ്ഞ് വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരാണ് നമ്മളെ വിലക്ക് വാങ്ങിയത്? ക്രിസ്തുവാണ് വിലക്ക് വാങ്ങിയത്. അപ്പം ക്രിസ്തു വിലക്ക് വാങ്ങിയത് അവൻ്റെ വിശുദ്ധമായ രക്തം നൽകിയാണ്. സഹനം രക്തം നൽകിയത് കർത്താവ് സഹനം നൽകിയാണ് വിലക്ക് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അവനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഐസയാ പ്രവചനം 700 വർഷം മുമ്പേ അവരിങ്ങനെ സഹനം നൽകി നമ്മളെ വീണ്ടെടുക്കുമെന്ന് പ്രവചനമുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമേ വർഷങ്ങൾക്ക് മുമ്പേ ഇതുപോലെ പ്രവചനമുള്ളൂ. എന്താണ്? നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ ബലഹീനതകളാണ് അവൻ വഹിച്ചത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഐസയാ 53:7. യെശയ്യാ 53:4 മുതലുള്ള തിരുവചനങ്ങൾ. യെശയ്യാ 53:4 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. ഒന്ന് പറഞ്ഞേ, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. അപ്പൊ നമ്മുടെ അടുത്ത വചനം, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തതെന്ന് നാം കരുതി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് ഉടമ്പടിയുടെ അകത്തെ എൻജിൻ റൂമിലേക്കാണ് ഞാൻ നിങ്ങളെ കയറ്റിയിരിക്കുന്നത്. എൻജിൻ നമ്മൾ അഴിച്ച് പരിശോധിക്കുകയാണ്. നിങ്ങളൊരു മെക്കാനിസ്റ്റിനെ പോലെ ഞാനിതിൻ്റെ വശങ്ങൾ കാണിച്ചു തരികയാണ്. കാര്യം എന്താണ്? ഒരു ഡ്രൈവർ ഒരു മെക്കാനിസ്റ്റ് കൂടിയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടും.
ജോലിക്ക് അല്ലേ? കേവലം ഡ്രൈവറിനാണോ മെക്കാനിസ്റ്റും വന്നുകൊണ്ട് ഒരു മെക്കാനിസ്റ്റ് കം ഡ്രൈവറും ഒരു ഡ്രൈവറും കൂടി വന്നാൽ കമ്പനി ആരെടുക്കും? മെക്കാനിസ്റ്റ് കം ഡ്രൈവറെ എടുക്കത്തുള്ളൂ. ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് നിങ്ങൾ അറിയണം. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണത് നിങ്ങൾക്കറിയാമല്ലോ. ഇത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. ഇതിൻ്റെ ഇന്ധനം അതാണ്. നമ്മൾ നടന്നു പോകുന്ന വഴികൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ മെക്കാനിസം കൂടി നമ്മൾ പഠിക്കുകയും അല്ല. നമ്മളൊരു കാറ് വാങ്ങിച്ചിട്ട് കേട് വരുമ്പോൾ വേറെ വണ്ടി വിളിച്ച് ആ കാർ ആ വണ്ടിയെ കയറ്റി തോന്നുന്നുണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവമല്ല. അയാൾ മെക്കാനിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെൽഫ് റിപ്പയറിങ് നടക്കണം എവിടെയെങ്കിലും. അതിപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വില കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ദൈവം വില കൊടുത്താൽ വാങ്ങിയതെന്ന് നമുക്കറിയാം. അതാണ് 1 കൊരിന്ത്യർ 6:20. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ എങ്ങനെ വിലക്ക് വാങ്ങപ്പെട്ടു എന്നുള്ളതാണ് ഐസയ 53:4, 5, 6, 7 വചനം പറയുന്നത്. എന്താണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമ്മൾക്ക് രക്ഷയായി. കേടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ കൃപാസനം ധ്യാനമില്ലേ? കൃപാസനം ധ്യാനം, ഉടമ്പടി ധ്യാനത്തേക്ക് കാണുന്നതിൻ്റെ നിങ്ങൾക്കറിയാവുന്നത് കരിസ്മാറ്റിക് വചന പ്രഘോഷങ്ങളല്ലേ അറിയാവുന്നത്. ആ മോഡിൽ ഇതിനെ കാണാൻ പറ്റത്തില്ല. ഇത് കൃപാസനത്തിന് കൃപാസനം ധ്യാനത്തിൻ്റെ രീതികൾ കർത്താവിൻ്റെ വചനത്തിലുണ്ട്. അതായത് ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. ഉദാഹരണത്തിന് കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? അതിൻ്റെ വെളിപാടുകൾ. ഇപ്പോൾ ഞാൻ അയർലൻഡിൽ ചെന്ന് ഉടമ്പടി ധ്യാനം നടത്തിയപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത് ഇവിടെ വെച്ച് പറഞ്ഞ കാര്യമല്ല അവിടെ പറഞ്ഞത് വേറെയാകാം. അവിടെ എന്നോട് പറഞ്ഞത് ഉടമ്പടി അവർ രാത്രി 11:45 മണി വരെ നിന്ന് ഉടമ്പടി എടുത്തത്. ഒരു തണുപ്പ് രാജ്യം നിങ്ങൾക്ക് അറിയാമല്ലോ. 9 മണിക്ക് കയറിയ ധ്യാനത്തിന് ഞാൻ കയറിയതാണ്. ഞാൻ ഇറങ്ങുമ്പോൾ രാത്രി 11-12 മണിയായി. ആ 11:45 മണി വരെ ആൾക്കാർ ക്യൂ നിന്ന് ഉടമ്പടി എടുക്കുകയാണ്. അതൊക്കെ അവർക്ക് കിട്ടിയ ഒരു അവസരം, അവർ ത്യാഗം അനുഭവിച്ച് അത് വളരെ വിശ്വസ്തയോടെ. എന്നാൽ പൊടിക്കുഞ്ഞുങ്ങൾ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് ഈ കുടുംബം മുഴുവൻ വന്നത്. നമ്മുടെ ഇവിടെ പോലെ വീട്ടിലെ ആളായിട്ടിട്ട് പോരാൻ പറ്റത്തില്ല. അതുകൊണ്ട് വരുമ്പോൾ 2 വയസ്സുള്ള കുഞ്ഞ്, 3 വയസ്സുള്ള കുഞ്ഞ്, 4 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ആ കുഞ്ഞുങ്ങളാരും നിലവിളിക്കണില്ല. നിങ്ങളിപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന കാറ് കൂവിന്ന ആളെ വെച്ച് കൃപാസനം അത് മരത്തിൽ കിട്ടും. അതെന്ത് സംഭവം എന്നറിയത്തില്ല. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അത് നിലവിളിയില്ല. അത് ട്രെയിൻഡാണ് ശരിക്കും, വേറെ രീതിയിലാണ്. ഈ എനിക്കപ്പോൾ മനസ്സിലായി നിലവിളിപ്പിക്കാതെ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുമോ എനിക്ക് മനസ്സിലായി. അയർലൻഡിൽ ചെന്നപ്പോൾ ഒരു കുഞ്ഞ്, ഞാൻ 200 കുഞ്ഞുങ്ങളുള്ള ഒരു ധ്യാനത്തിൽ ചെന്ന്. കാരണം ഞങ്ങളുടെ താഴത്തെ നിലയിൽ ഞാൻ നടത്തുന്ന ധ്യാനം, അതുപോലെ തന്നെ അവിടെ ഒരു 1400 പേരുണ്ട്, 1200 പേരുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ മോളിൽ വിളിച്ചുകൊണ്ട് പോയി. ഇതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ധ്യാനമുണ്ട്. അവിടെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്നെ കാണുമ്പോൾ ടാറ്റ പറഞ്ഞ് ചിരിച്ചോണ്ട്. എന്നെ ആദ്യം കാണുകണേ ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾ എന്നെ കണ്ടാൽ നിലവിളിക്കും. അപ്പോൾ തന്നെ ഞാൻ തന്നെ ഓർത്ത് എന്ത് പരിപാടി എന്നത്. കുഞ്ഞുങ്ങളൊക്കെ ഏതാണ്ട് ഞാൻ വർഷങ്ങളോളം അവരുടെ വീട്ടിൽ താമസിച്ച പോലെ എന്നിട്ട് കഴിഞ്ഞപ്പോൾ ടാറ്റ പറഞ്ഞ് പ്രൈസ് ജീസസ്. 3 വയസ്സുകാരുണ്ട്, 4 വയസ്സ്, 5 വയസ്സുകാരൊക്കെ ഉണ്ട്. ഏറ്റവും കൂടിയ കൊച്ചിന് വേണ്ട ഒരു 7 വയസ്സേ കാണത്തുള്ളൂ. 7 വയസ്സ് കാണത്തില്ല, അത്രയുള്ള 300 കുഞ്ഞുങ്ങളെ. എനിക്കാണെങ്കിൽ ഭയങ്കര അഭിഷേകം കിട്ടി. കരുതുങ്ങളെല്ലാം കണ്ടപ്പോഴേ മറ്റൊരു രാജ്യത്താണ് അവർ ജീവിക്കണമെങ്കിലും അവർ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളെ അവരെ വിശ്വാസത്തിലാണ് വളർത്തുന്നത്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണ്. മലയാളി ഇവിടുന്ന് ചെല്ലുമ്പോൾ, മലയാളി തന്നെയല്ലേ, നമ്മളെ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് ഇപ്പോൾ പള്ളി വരാൻ നമുക്കെന്ത് പാടാ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 2 വയസ്സ് തന്നെ കൊടുത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം കൊടുക്കണമെന്ന് തോന്നണം. കാര്യം അങ്ങനെ കൊടുത്ത വിശ്വാസം ഒരിക്കലും നമുക്ക് പോകത്തില്ല. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ
നമ്മളെ കുഞ്ഞുങ്ങളൊന്ന് മുതിർന്നിട്ട് വിശ്വാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വിശ്വാസം സ്വീകരിച്ചെന്ന് വരും, അല്ലേ? അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഭക്ഷണം എങ്ങനെയാണ് കൊടുക്കുന്നത്? എപ്പോഴാണ് കുഞ്ഞിന് ജനിക്കുമ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കത്തില്ലേ, അല്ലേ? മുലപ്പാൽ കൊടുക്കത്തില്ലേ? എന്നെ പറഞ്ഞാൽ അതുപോലെ തന്നെ വിശ്വാസം കൊടുക്കണം. ഞാനതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയത് കൊണ്ടാണ് എനിക്കത് വല്ലാതായിട്ട് തോന്നിപ്പോയി. ഭയങ്കര സന്തോഷം തോന്നി. കാര്യം 2 വയസ്സുകാർ, കറക്റ്റ് 2 വയസ്സേ ഉള്ളൂ, ഇത്രയുള്ള ആൾക്കാർ. അപ്പോൾ ഈ ആൾക്കാർ എന്നെ കാണുമ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി എഴുന്നേറ്റിട്ടേ, കാണാത്ത ഒരാളല്ല ഞാൻ കാണുന്നവർ, എന്നിട്ട് പോലും അവർ എനിക്ക് ടാറ്റയൊക്കെ തന്ന് പ്രൈസ് ജീസസൊക്കെ ഈ 3 വയസ്സോ 4 വയസ്സുള്ള ആൾക്കാരൊക്കെ പറയണേ. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കണ പോലെ ഇരിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായി. അതുപോലെ തന്നെ അവരുടെ വിശ്വാസ പരിശീലനം. കാര്യം അതൊക്കെ മുമ്പൊരു സംഭവം ഉണ്ടായി. എൻ്റെ ഇവിടുത്തെ പഴയ വികാരി ഫാദർ യേശുദാസ് എന്നോട് ഒന്ന് ചോദിച്ചു, അച്ഛാ ഞാനൊരു കുടുംബത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് 1 മാസം 1 കൊല്ലവും 2 കൊല്ലവും 3 കൊല്ലവും ആയിട്ടുള്ളവർക്ക് ഇവരെ കാണാൻ നിൽക്കുകയാണ്. സീരിയസ്. അപ്പോൾ ഉടമ്പടി എടുക്കാത്തവരെ കാണുമ്പോൾ പ്രയാസമായിരിക്കുമെന്ന് ഞാൻ അവരെ പറഞ്ഞു വിട്ടു അച്ഛനോട്. പക്ഷേ അച്ഛൻ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അത്രയ്ക്ക് നല്ല വിശുദ്ധിയുള്ള, അത്രയും അടുപ്പമായിട്ടുള്ള കൃപാസന അടുപ്പമുള്ള അച്ഛനാണ്. എന്നിട്ടും എനിക്ക് ഉടമ്പടിയുടെ വിഷയമുള്ള കാരണം, ഉടമ്പടി ഞാൻ കാണിക്കുന്ന നീതിയല്ലല്ലോ. ആരെങ്കിലും വന്ന് പറയുമ്പോൾ അവരെ കാണുക എന്ന് വെച്ചാൽ നീതിയല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെന്തായാലും അറിയാം, ഉടമ്പടി എടുത്ത 10,000 മനുഷ്യർ കാണേണ്ടവർ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്കത് എൻ്റെ മനസ്സനുഭവിച്ചില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, യു അണ്ടർസ്റ്റാൻഡ് മീ എന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ അവർ അവിടെ വെച്ച് എന്നെ കണ്ട്, അയർലൻഡ് വെച്ച് എന്നെ കണ്ട്. ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിട്ട് കഴിഞ്ഞ അടുത്ത് പറഞ്ഞു വിട്ട ഒരാൾക്കാരാണ്. പക്ഷേ അവരെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അവർ 2 സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ട്, നോക്കിൽ വെച്ചും കണ്ടു. എന്താ കഷ്ടം എന്നറിയാവോ? അവർക്ക് 10 കുഞ്ഞുങ്ങളുണ്ട്. 10 കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. 2 പേര് മാത്രം. അവർ 10 എന്ന് പറഞ്ഞിട്ട് 2 പേര് ഈശോൻ്റെ അടുത്തുണ്ട്, ബാക്കി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അത്രയും വിശ്വാസത്തിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. 2 പേര് ഈശോൻ്റെ കയ്യിലുണ്ട്, ബാക്കി 8 പേരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ 8 പേരും അപ്പനും അമ്മയുമായിട്ടാണ് ഇങ്ങനെ സഞ്ചരിക്കണത്. 8 കുഞ്ഞുങ്ങളും അപ്പനും അമ്മയോട് സഞ്ചരിക്കുക. അതെനിക്ക് ഭയങ്കരമായിട്ട് വല്ലാത്തൊരു അഭിഷേകം തോന്നി. അപ്പം അതായത് ഇതൊക്കെ നടക്കും ഈ കാലത്തും. അപ്പം നിങ്ങൾ ആദ്യമേ തന്നെ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതേ, നിങ്ങളുടെ വയറ്റിപ്പഴപ്പ് മാത്രം ലക്ഷ്യമാക്കിയാൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വയറ്റിപ്പഴപ്പ് പോലും നിങ്ങൾക്ക് യോഗ്യത അർഹതയില്ലാത്ത രീതി വരും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു കാനഡയിലേക്ക് പോകുന്ന ആൾക്കാർ വന്നു. അപ്പം ഞാൻ 4 പേരെയും പ്രാർത്ഥിച്ചു, അപ്പനും അമ്മേനെയും പഠിച്ച്. അവർക്ക് ഒരാൾക്കാണ് ചീട്ടുള്ളത്. അപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുമെന്ന് അവർക്ക് ധൈര്യമുള്ളതുകൊണ്ട് അവർ 4 പേരും കൂടി കയറി നിന്ന്, അപ്പനും അമ്മയും 2 കുഞ്ഞുങ്ങളും. അപ്പോൾ ഞാൻ അവരെല്ലാവരും ആശീർവദിച്ച് കഴിഞ്ഞ് പിരിയാനായപ്പോൾ അതിനകത്ത് അമ്മ എന്നോട് പറഞ്ഞ്, അച്ഛാ എനിക്കൊരു ആൺകുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് അവന് വൈദികനാക്കാൻ വേണ്ടി ഒരു ആൺകുഞ്ഞിനെ വേണം എനിക്ക്. അതിന് അവൾ ഒന്നുകൂടി പ്രസവിക്കാൻ തയ്യാറാണ്, 1 2 പ്രസവിക്കാൻ തയ്യാറാണ്. അപ്പം ഞാൻ അവൾ പറഞ്ഞു, നീ പഠിക്കണ്ട, അതെനിക്ക് ആ ഈശോ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നത്, അതുകൊണ്ട് അതുകൂട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് വെച്ചാൽ ഇവളുടെ ഈ അമ്മയുടെ തലേ കൈവച്ചപ്പോൾ തന്നെ ഈശോ പറഞ്ഞ് ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ അതായത് നമ്മൾ ദൈവത്തോട് ഇങ്ങനെ സത്യസന്ധമായി നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ സൂക്ഷ്മമായ മനോവികാരങ്ങളെപ്പോലും ഹോണർ ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കളെ, നിങ്ങൾ ഹോണർ ചെയ്യാത്ത ആരെങ്കിലും ദൈവം എൻ്റെ കാര്യം തിരക്കുന്നില്ല എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം തിരക്കാത്തതാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം തിരക്കണതാണ് സത്യം. എന്താ കാര്യം? ഈ കാനഡയിലേക്ക് പോണ മകളുടെ തലേ കൈവച്ചപ്പോൾ 2 അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞത് ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ ഞാൻ ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അവൾ കാനഡയ്ക്ക് പോണ ആശീർവാദത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഞാൻ അവൾക്ക് ആൺകുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞ്, എനിക്കൊരു ആൺകുഞ്ഞിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം, അവനെ വൈദികനാക്കാനാണെന്ന്. അപ്പോൾ അതായത് ദാറ്റ് മീൻസ് ഇവർ ദൈവത്തിന് വേണ്ടി പ്രസവിക്കുക, ദൈവത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്തുക, ദൈവത്തിന് കൊടുക്കുക. അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലാണ് നിങ്ങൾ ദൈവത്തിന് 10 പൈസ ഗുണമില്ലാത്ത നിങ്ങളുടെ സ്വന്തം കാര്യം കൊണ്ട് വരുന്നത്. എത്ര കാലം കൊണ്ടുവരേണ്ടി വരും? അതുകൊണ്ട് നിങ്ങളുടെ ഈ വിഷയമില്ല, അജണ്ട ഒന്ന് റീതിങ്ക് ചെയ്യണം, നല്ലതാണ്. ഒരു മൂവ്മെൻറ്റ് നടത്തിയാൽ ദൈവത്തിനെന്ത് പ്രയോജനമെന്ന് ചിന്തിക്കണം.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞാൻ എന്ത് മൂവ്മെന്റ് നടത്തിയാലും അവിടെയെല്ലാം നിനക്ക് ഒരു സ്പേസ് ഉള്ള രീതിയിൽ ചിന്തിക്കാൻ അത് നടപ്പിൽ വരുത്തുവാൻ എന്നെ റീഫോർമേറ്റ് ചെയ്യണമേ. എന്നെ പുനരുദ്ധരിക്കണമേ, പുനഃക്രമീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ. യേശുവേ നാഥാ നീ മതി നിൻ കൃപ മതി നാഥാ നീ മതി നിൻ കൃപ മതി ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. നിങ്ങൾ ഇതൊക്കെ എടുക്കേണ്ടതുണ്ടല്ലോ. അതായത് ഉടമ്പടിയിൽ നിന്ന് കിട്ടുന്ന ഉൾക്കാഴ്ചകളെ അതെങ്ങനെ എടുക്കേണ്ടത്? അതായത് എടുക്കേണ്ടത് 25 പുറപ്പാടിന് 25 എടുത്ത് പുറപ്പാട് 25 അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. പറഞ്ഞ പുറപ്പാട് 25:22 അവിടെ വെച്ച് പറഞ്ഞ അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മുകളിൽ ഈശോനെ വെച്ചിട്ടില്ല നമ്മള്. അതാണ് എൻ്റെ ഈ വചനത്തിൽ നിന്ന് അത് എടുത്തത്. അതായത് ഈശോ വചനം ഇവിടെയും ആ ഒരു ചിന്തയിലാണ് ഈശോയെ വെച്ചിരിക്കുന്നത്. കൃപകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പം കൃപാസനത്തിൻ്റെ ധ്യാന ശുശ്രൂഷകളെ ഒരു കരിസ്മാറ്റിക് ധ്യാനമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന് ദൈവത്തോട് ഉടമ്പടി ചെയ്ത വ്യക്തികളോടുള്ള ദൈവത്തിൻ്റെ ഒരു സംവേദനമായിട്ടാണ് കാണേണ്ടത്. ഈശോയുടെ വചനങ്ങൾ അവൻ പറയണത് നമ്മൾ നടപ്പിൽ വരുത്തിക്കണം. അവൻ പറയണതേ നടപ്പിൽ വരുത്താവൂ. അവൻ പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ മോസസിന് ഇത്തിരി ശ്രദ്ധ കുറഞ്ഞു പോയി, അത് കാരണമാണ് വാഗ്ദാനം പ്രാപിക്കാതെ വന്നത്, അല്ലേ? അത് വചനം എഴുതിയിട്ടുണ്ടല്ലോ. നിയമാവർത്തനം 32:51 മുതൽ 52 വരെ. എന്തെന്നാൽ സിൻ മരുഭൂമിയിൽ കാദേശിലെ മെരീബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എന്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല. ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആ ദേശം നീ കണ്ടുകൊള്ളുക, എന്നാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഇതിന് പല കാരണങ്ങളുണ്ട്. കാര്യം വാഗ്ദാനം മോസസ് പ്രാപിക്കാതിരുന്നതിന്റെ ഒരു കാരണം എന്താണ്? പ്രവേശിക്കാതിരിക്കാൻ കുറെ കാരണങ്ങളുണ്ട്. എന്നൊക്കെ ഈ കൽപ്പന കൊടുത്ത മോസസ് പോലും വാഗ്ദാനം പ്രാപിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു ദുരന്തം എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തോടുള്ള വിശ്വസ്തതയ്ക്ക്, സൂക്ഷ്മതയുള്ള വിശ്വസ്തതയ്ക്ക് മോസസ് സാക്ഷ്യം വഹിച്ചില്ല, അല്ലേ? പാറയെ ചൂണ്ടാൻ പറയുമ്പോൾ പാറ അടിക്കാൻ തുടങ്ങി. രണ്ട് തരാറുണ്ട്. പാറ മെരീബയിലെ ജനത്തിൻ്റെ ആ പാറയിൽ അടിക്കാനേ പറഞ്ഞുള്ളൂ, അല്ല ചൂണ്ടാനേ പറഞ്ഞുള്ളൂ. അപ്പോൾ മോസസ് എന്ത് ചെയ്ത് അത് അടിച്ചു. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വചനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടിയും അതിന് ദൈവം വിശ്വസ്തതയെന്നാണ് പറയണത്. നമ്മളെ ദൈവം എന്താ പറയണത് അതനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്നത് വിശ്വസ്തതയാണ്, വിശ്വാസമല്ല, വചനത്തോടുള്ള വിശ്വസ്തത. പിന്നെ പക്ഷേ ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അയർലൻഡിൽ വെച്ച് ഈശോ ഇതിന് വേറൊരു ഭാഷ്യം നൽകി, വ്യാഖ്യാനം. എന്തുകൊണ്ട് മോസസ് വാഗ്ദാനം പ്രാപിച്ചില്ലെന്ന്. നമ്മളീ പറയുന്ന പരമ്പരാഗതമായ കാരണങ്ങളല്ല, അത് മാത്രമല്ല ഒത്തിരി കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 33:11 എടുത്തേ.
പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. ഇവിടെയാണ് പ്രോബ്ലം വരുന്നത്. കേട്ടാ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടിയിൽ നിങ്ങൾ നാളെ വാഗ്ദാനം പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മോസസിന് കൈമോശം വന്ന ഈ വിഷയം നിങ്ങൾ തിരുത്തേണ്ടി വരും. എന്താ നമ്മുടെ പുറപ്പാട് 11 വായിച്ചു, പുറപ്പാട് 30:11 വായിച്ചേ. സ്നേഹിതനോടെന്ന പോലെ സ്നേഹിതനോടെന്നപോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. എൻ്റെ മക്കളെ, ഇതിൻ്റെ മുഴുവൻ രഹസ്യം ഇരിക്കുന്നത് ഈ വചനത്തിലാണ്. മോസസ് എന്തുകൊണ്ട് വാഗ്ദാനം പ്രാപിച്ചില്ല? അത് കാരണം ദൈവം ഉദ്ദേശിച്ചിരുന്നത് മോസസിന് കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. പക്ഷേ കാര്യം അറിയാവുന്ന ആൾ അറിയുന്ന കാര്യങ്ങളെ പ്രയോഗിക്കുന്നതിൽ സൂക്ഷ്മത പിഴവ് വരുന്നുണ്ട്. മോസസിന്റെ കാര്യങ്ങൾ അറിയാം. എന്താ അറിയാവുന്നത്? പുറപ്പാട് 14:14 എടുത്തേ. പുറപ്പാട് 14:14 പറഞ്ഞേ, വായിച്ചേ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അപ്പോഴേ വാഗ്ദാനം പ്രാപിക്കുന്നതിലുള്ള ഒരു പ്രാർത്ഥനാനിർഭരമായ ശാന്തത ഇതിൻ്റെ ഒരു പ്രീ റെക്വിസിറ്റാണ്. മനസ്സിലായോ? വെകിളി പിടിച്ച് ശാന്തപ്പെട്ട് നടന്നില്ലല്ലോ, ഒത്തില്ലല്ലോ, പിന്നെയും തോറ്റല്ല എന്ന് പറഞ്ഞ് ചില പ്രാന്തികൾ നടക്കണില്ലേ. അയ്യോ, ഞാൻ ഉടമ്പടി എടുത്തില്ല, ഞാൻ ഇനി എന്താണ് കുഴപ്പം സംഭവിച്ചത്, നടന്നില്ല, ഓഫർ ലെറ്റർ വന്നില്ല എന്ന് പറഞ്ഞ് വെകിളിയും പിടിച്ച് നടക്കണില്ലേ. ഈ വെകിളിക്കാർ ശ്രദ്ധിക്കും. ഇതിനൊരു പ്രാർത്ഥനാ നിർഭരമായ, നിങ്ങളെപ്പോഴും ഓഫർ ലെറ്റർ അല്ലെങ്കിൽ വിസ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാന്തി പിടിച്ച് കമ്പ്യൂട്ടറായിട്ട് ഇങ്ങനെ കണ്ണ് തള്ളിപ്പോയി നോക്കിയിട്ട് കാര്യമില്ല. മര്യാദയ്ക്ക് നിങ്ങൾ ഉടമ്പടി ചെയ്ത് ജീവിതത്തെ നോക്കണം. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഓരോ വിഷയത്തിൽ അങ്ങനെയാണ് ഉടമ്പടിക്ക്. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാർത്ഥനാ നിർഭരമായ ശാന്തതയുണ്ട്. എന്താ പുറപ്പാട് 14:14 എന്താ പറയണത്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. അതായത് എവിടെ ഇരിക്കണം? കലിക കുത്തിരിക്കണം. വല്ലയിടത്തും പോയിരുന്നൊരു കാര്യമില്ല. കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. അല്ലാതെ മകളെ കെട്ടിച്ച് വീട്ടിൽ പോയിരിക്കരുത്. എവിടെ ഇരിക്കണം നോക്കണം നിങ്ങൾ. ഇവിടുത്തെ പ്രശ്നം മുഴുവൻ ഇരിപ്പ് ദോഷമാണല്ല. നമ്മൾ ഈ തലക്ക ദോഷം പോലെ വന്നിരിക്കേണ്ട ഒരു കുഴപ്പമാണ് ഇരിപ്പ് ദോഷം. എവിടെയാണ് ഇരിക്കണം എന്ന് നോക്കണം നിങ്ങൾ. അതായത് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട്. നമുക്ക് എപ്പോഴും പള്ളിയിൽ പോയി ഇരിക്കാൻ പറ്റുമോ? മനസ്സുകൊണ്ട്. ഇപ്പോൾ ഞാനും കൊച്ചതിനും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനും ജോമളും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ, ഞങ്ങൾ മൂന്നും കൂടി ഇരുന്നാൽ പതുമുക്ക ഞങ്ങൾ സംസാരിക്കുന്നത് കർത്താവിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഞങ്ങളൊരു പള്ളിയിൽ പോയി ഇരിക്കുകയല്ല. എപ്പോൾ സംസാരിച്ചാലും കാറിൽ പോയാലും കർത്താവിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ എങ്ങനെ ജീവിക്കണത്. അപ്പം അച്ഛൻ സംശയങ്ങൾ ചോദിക്കും, ഞാൻ നിവാരണം ചെയ്യും, പിന്നെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറയും, പിന്നെ അനുഭവങ്ങൾ പറയും. ഇങ്ങനെ നമ്മൾ ഇരിക്കുകയാണ് കർത്താവിൻ്റെ കൂടെ. മനസ്സിലായി? അതുപോലെ നിങ്ങളും ഉടമ്പടി ധ്യാനം കൂടിയും അതെന്താണെന്ന് നോക്കിയും അതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കിയും പ്രാർത്ഥിച്ച് നോക്കിയും മാതാവിനോട് പ്രാർത്ഥിച്ചും നിങ്ങൾ ആവശ്യമില്ലാത്ത വെകിളി കാണിക്കരുത്. വെകിളി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സംഭവമാണ്. വ്യഗ്രതയില്ലേ ആൾക്കാരുടെ നമുക്ക് നിങ്ങൾ ഇങ്ങനെ വ്യഗ്രത കാണിക്കുമ്പോൾ ദൈവം എന്താ സംഭവിക്കാന്ന് അറിയാമോ? ഡാമേജ് ആകണത് എന്തൊക്കെയാണ്? നമ്മൾ വ്യഗ്രത കാണിക്കുമ്പോൾ ഡാമേജ് ആകണത് വിശ്വാസം ഡാമേജ് ആകും, പ്രത്യാശ ഡാമേജ് ആകും, അതുപോലെ തന്നെ ദൈവസ്നേഹവും ഡാമേജ് ആകും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഉത്കണ്ഠ, വ്യഗ്രത എന്ന് പറയുന്നത് സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-ാം തിരുവചനം. ലൂക്ക 21:34. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ
ശ്രദ്ധിക്കുവിൻ. ഇപ്പം എന്നെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യഗ്രത വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറയണത്? വ്യഗ്രത അതായത് സുഖലോലുപത, മദ്യാസക്തി, പിന്നെന്താ ജീവിത വ്യഗ്രത എന്നിവയാൽ മനസ്സ് ദുർബലമാകും. ഈ മനസ്സ് ദുർബലമായ മനസ്സിൽ നിന്ന് വിശ്വാസം ഉണ്ടാകത്തില്ല, പ്രത്യാശ ഉണ്ടാകത്തില്ല, ദൈവസ്നേഹം ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഏറ്റവും ഉടമ്പടി എടുത്ത ആൾക്കാർ എന്താ ശ്രദ്ധിക്കേണ്ടത്? മനസ്സ് ദുർബലമാക്കാതിരിക്കാൻ നോക്കണം. പീഡിയാ എന്ന് പറഞ്ഞേ, ഉടമ്പടി എടുത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? മനസ്സ് ദുർബലമാക്കരുത്. മനസ്സ് ദുർബലമാകണം. എന്തൊക്കെ കൊണ്ടാണ്? ആസക്തികൾ കൊണ്ടാണ് ദുർബലത ഉണ്ടാകുന്നത്. ആസക്തികൾ എന്തൊക്കെയാണ്? ഇപ്പം സുഖലോലുപത, അത് ഭയങ്കര ഒരു ആസക്തിയാണ്. എപ്പോഴും നല്ല ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് ആൾക്കാരുമായിട്ട് ജോളിയായിട്ട് പോകണം, സിനിമ കാണണം. അതുപോലെ തന്നെ ഇങ്ങനെ എപ്പോഴും നമുക്ക് സുഖം തരുന്നതിൻ്റെ അകത്ത് എപ്പോഴും ആബന്ധമായി കഴിഞ്ഞാൽ എന്ത് പറ്റും? മനസ്സ് ദുർബലമായി കഴിയും. ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ക്ലേശം കർത്താവ് തരണത്. മനസ്സിലായില്ലേ? രോഗം, പീഡ. ഇപ്പം എനിക്ക് കിഡ്നി ഡിസീസ് ഉണ്ടോ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അത് കർത്താവ് എടുത്ത് മാറ്റുമ്പോൾ മാറ്റട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ് മനസ്സിലാകണത്? അതിനകത്ത് ഭക്ഷണ ക്രമീകരണങ്ങളുണ്ട്, ഉറക്ക ക്രമീകരണങ്ങളുണ്ട്, ഒത്തിരി ക്രമീകരണങ്ങളുണ്ട്. പക്ഷേ ആ ക്രമീകരണങ്ങൾ ഒരു സുവിശേഷം പോലെയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, അവരുടെ വേദന മനസ്സിലാക്കാൻ നമ്മളിത് സഹായിക്കും. പിന്നെ രോഗികളോട് കരുണ കാണിക്കാൻ ഇതെന്നെ സഹായിക്കും. ഇതെന്നെ ഇല്ല, ഞാൻ ഇതൊന്നും അറിയാൻ പാടില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ എനിക്കെങ്ങനെ നിങ്ങളോട് കരുണ കാണിക്കാൻ പറ്റും? പറ്റത്തില്ല. എനിക്കെങ്ങനെ ഒരു രോഗിയോട് ഒരു ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഞാൻ ചുമ്മാ പ്രാർത്ഥിക്കത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ. അല്ലാതെ ഒരു പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എന്നാ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും വിളിച്ച് പറയണമല്ല. ഐ മസ്റ്റ് നോ ദാറ്റ് യു ആർ ഹീൽഡ്. അതിന് എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഞാനെല്ലാം പ്രാർത്ഥനയിൽ കർത്താവിനോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരാളിനെ ഹീൽ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഞാനിങ്ങനെ കിസ്ത്രക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഷ അവരും പ്രാർത്ഥിക്കത്തില്ല. ഐ നോ വാട്ട് ടു ബി ഡൺ. എന്താണ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണത്? ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണ്? എൻ്റെ 36 കൊല്ലത്തെ പൗരോഹിത്യം ഈട് വെച്ചിരിക്കണത്. 36 കൊല്ലത്തെ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ സത്യം പറ, ഈശോ ഉണ്ട്, ഒരു 1.5 പൗരോഹിത്യമാണ്. എന്താ കാര്യം? ഇന്ന് വരെ കർത്താവിന് വേണ്ടി ജീവിച്ച ചരിത്രമുണ്ട് എൻ്റെ കയ്യിൽ. കർത്താവിന് വേണ്ടി മിഷനായിട്ട് അറിയിച്ചും അറിഞ്ഞവരെ ആഴപ്പെടുത്തിയും കൊണ്ട് കടലിലും കരയിലും ചുറ്റു സഞ്ചരിച്ചും ജനങ്ങൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ 9 മണി തൊട്ട് രാത്രി ഈ പേഷ്യൻ്റാണെന്ന് പറയുന്ന ആളാണ് ചെയ്തിരിക്കുന്നത്. രാവിലെ 9 മണി തൊട്ട് രാത്രി 11:45 വരെ നിൽക്കുകയാണ്. അത്രയും ടൈം നിന്ന് ഉച്ചക്ക് ഊണ് കഴിക്കാൻ പോയി, സത്യമായിട്ടും പോയി. അത് 10 മിനിറ്റേ പോയുള്ളൂ. അത്രയും നിൽക്കണേ. എന്ത് വേണം നമുക്ക്? അഭിഷേകം വേണം. നമുക്കറിയാവില്ല, നമ്മൾക്കെല്ലാവരും നിങ്ങൾ പറയണത് രോഗം സൗഖ്യമാക്കണം, വീട് കെട്ടാം, ജോലി വേണം, അതിന് പിന്നെ മക്കളെ വേണം. നിങ്ങൾ ഇതൊന്നും അല്ല ചോദിക്കേണ്ടത്. ദൈവത്തിൽ ഇതിനെല്ലാം കൂടി സിംഗിൾ പാക്കേജ് ഉണ്ട്. നിങ്ങൾ ചോദിക്കേണ്ടത് അഭിഷേകമാണ്. കർത്താവേ, ഇത് നീ എനിക്ക് അനുഭവിച്ചു തരുന്നവരെ നിലനിൽപ്പിനുള്ള വരം നൽകണമേ. പ്രാർത്ഥിച്ച് കർത്താവേ, ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങള് നീ എനിക്ക് അനുവദിച്ച് തരും വരെ നിലനിൽക്കാനുള്ള അഭിഷേകം നൽകണമേ. ഇടപാടിൻ്റെ ഒരു ഡീലിങ്സ് മനസ്സിലായില്ലേ? ഇപ്പം ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ മുദ്ര എൻ്റെ ശരീരത്തിലുണ്ട്. ക്ലിയർ അല്ലേ? അത് രോഗമായിട്ട് 1 2 3 ഉണ്ട്. ഈ ശ്വാസകോശ രോഗമൊക്കെ ഞാൻ ഇവിടെ നിന്ന് വണ്ടി കയറിയപ്പോൾ തന്നെ കർത്താവ് ബ്ലോക്ക് ചെയ്തു. അവിടെ ഒന്നും ഉണ്ടായില്ലേ, ഇവിടെ വന്നപ്പോൾ തിരിച്ചുണ്ടായി. അത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ്. അതെല്ലാവരും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന, എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പ്രാർത്ഥന എല്ലാം കൂടെ, അത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ പ്രാർത്ഥന കൊണ്ട് കർത്താവ് ബ്ലോക്ക് ചെയ്തു. എനിക്ക് ഒരു ശ്വാസം മുട്ടലും ഉണ്ടായിട്ടില്ല. നല്ല മഴയും തണുപ്പുള്ള സമയത്തും ഞാൻ സ്ഥലത്ത് അവിടെ പോയായിരുന്നു. എന്തുണ്ടായില്ലേ? അത് കർത്താവാണ് തീരുമാനിക്കണം ഉണ്ടാകണോ ഉണ്ടാകേണ്ടതെന്ന്. മനസ്സിലായ? അതേസമയത്ത് നമ്മൾ വിചാരിക്കേണ്ട കാര്യം, ദൈവം നമ്മുടെ നീതിയെ ചെയ്യത്തുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കലർപ്പില്ലാതെ
സംശയമില്ലാതെ. സംശയമാണ് നമ്മുടെ മനസ്സിനെ ദുർബലമാക്കുന്നത്. അത് ആണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ്. ഇപ്പം 10 ദിവസം നടന്നു വന്നില്ലേ കടലിലൂടെ, അപ്പോൾ കർത്താവ് അവൻ താഴ്ന്നു പോയില്ലേ? എന്തുകൊണ്ടാണ് താഴ്ന്നു പോയത്? അല്പവിശ്വാസി, നീ സംശയിച്ച. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 14:31. മത്തായി 16:31. 14:31. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പതിനാലല്ലേ? മത്തായി 14:31. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്തിന്? അപ്പം ഈ അല്പവിശ്വാസം ആണ് എന്ത് ചെയ്യണത്? മനസ്സിനെ ദുർബലമാക്കുന്നത്. അല്പവിശ്വാസം കൊണ്ടാണ് സംശയം വരണത്. ഇപ്പം വ്യഗ്രതയും നേരത്തെ കണ്ടത് എന്താണ്? മനസ്സ് ദുർബലമാകണത് എന്താണ്? വ്യഗ്രത അല്ലേ? 21 ലുക്കാൻ്റെ സുവിശേഷം 21:34. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവ മനസ്സ് ദുർബലമാകും. അപ്പോൾ വ്യഗ്രത ഒരു പ്രശ്നമാണ്. വ്യഗ്രതയും അതേസമയം പിന്നെ എന്താണ്? സംശയവും. ഈ രണ്ട് സംഭവം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട രോഗങ്ങളാണ്, വ്യഗ്രതയും സംശയവും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ആദ്യ കാലങ്ങളിലൊക്കെ ശരിക്കും ഗൺ പോയിൻ്റ് കൊണ്ടുവരേണ്ടത് വ്യഗ്രതയും അതുപോലെ തന്നെ സംശയത്തെയുമാണ് ചികിത്സിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ജീവിതത്തിലുള്ള വ്യഗ്രതയെയും സംശയത്തെയും നിന്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകി നീ വിശുദ്ധീകരിച്ച് എന്നെ ബലപ്പെടുത്തണമേ. ഇങ്ങനെ ബലപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം 2 കാര്യങ്ങളുണ്ട്, 2 രോഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സ്പിരിച്വൽ ഡിസീസ് 2 എന്താണ്? ഇനിയും ഉണ്ടാകുമേ, ഈശോ പറയണനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ എന്താണ്? സംശയം. രണ്ടാമത്തെ എന്താണ്? വ്യഗ്രത. ഈ വ്യഗ്രതയെ മാറ്റി, സംശയം മാറ്റി മനസ്സിനെ ദുർബലമെന്നല്ല പറഞ്ഞത്. ദുർബലമാകുമ്പോൾ തന്നെ നമ്മളെന്താ പറയണത്? അതിനെ ബലപ്പെടുത്തേണ്ടി വരും. മനസ്സിനെ ബലപ്പെടുത്തണം. മനസ്സിനെ ബലപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ അറിയണ്ടേ? അതിൻ്റെ മരുന്ന് എന്താണ്? അതിൻ്റെ ടോണിക് എന്താണ്? ഇഞ്ചക്ഷനാണ്, IV ആണ്, ടോണിക്കാണ്, ടാബ്ലറ്റ്സ് ആണ്? എന്താണ് നമ്മൾ കഴിക്കേണ്ടത് മനസ്സിനെ ബലപ്പെടുത്താൻ? മോസസ് എന്താണ് കഴിക്കാതിരുന്നത്? എന്താണ് അറിയേണ്ടത് മനസ്സിനെ ബലപ്പെടുത്താൻ വേണ്ടി? കാര്യം എന്താ? വാഗ്ദാന നാട് കക്ഷി പ്രാപിക്കത്തില്ലെന്ന് ദൈവം മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? ഉടമ്പടിയുടെ നീ വെച്ചിരിക്കണ ഒരു നിയോഗം നടക്കത്തില്ലെന്ന് ദൈവം മുഖത്ത് നോക്കി പറയും. നിൻ്റെ പോക്കും കളി ഇതുപോലെയാണെങ്കിൽ നീ ഉടമ്പടി വെച്ചിരിക്കണ ഒരു സംഭവം നടക്കത്തില്ലെന്ന് ദൈവം നിൻ്റെ മുഖത്ത് നോക്കി പറയും. എന്താ കാര്യം? മോസസിനോട് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി നീ വെച്ച കാര്യങ്ങളൊന്നും നടക്കത്തില്ല, വാഗ്ദാന നാട് നീ പ്രാപിക്കത്തില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അയർലൻഡ് വഴി ഈശോ പറഞ്ഞ ഇതാണ്, മോസസും ജോഷുവയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതാണ് വിഷയം. എന്തൊക്കെയാണത്? 33:11 എടുത്ത് ഉറപ്പാണ്. 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. മോശസ് വിട്ടുപോയിട്ടും ജോഷുവ കൂടാരത്തെ വിട്ടുപോണില്ല. ഗ്യാപ്പ് ഒരു പ്രോബ്ലമാണ്. മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ വാഗ്ദാനം പ്രാപിക്കാൻ ഗ്യാപ്പ്. മോസസിനും ഗ്യാപ്പുണ്ട്. നഴ്സുമാർക്കും എഞ്ചിനീയർമാർക്കും പ്രൊഫഷൻസിന് അറിയാം ഗ്യാപ്പ് എന്ന് എന്താണെന്നറിയാം. ഗ്യാപ്പ് ഒരു പ്രോബ്ലമാണ്. ഇവിടെ തന്നെ എല്ലായിടത്തും. ഇവിടെ എന്താ പ്രോബ്ലം? അതായത് സ്ഥിരത എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. 1 തിമോത്തി 6:6 ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് എന്ന് പറഞ്ഞ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്.
ആരെ 11 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരെ 11? എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടി അകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. സ്ഥിരത നമ്മളെ അതായത് നമ്മുടെ ഗൺ പോയിന്റിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ് സ്ഥിരത. അതായത് ഇപ്പോൾ കുറച്ച് പ്രാർത്ഥിച്ച് രാവിലെ പ്രാർത്ഥിച്ചു, പിന്നെ നിങ്ങൾക്ക് തോന്നിയ മാസം പോലെയൊക്കെ ജീവിച്ചു, വൈകുന്നേരം എടുത്ത് ഉടമ്പടി പ്രാർത്ഥിച്ചു, പിന്നെ നിങ്ങൾക്ക് തോന്നിയ മാസം പോലെ തോന്നിയ മാസം കുറച്ചൊക്കെ പറഞ്ഞ് ആവശ്യമുള്ളത് ഇല്ലാത്ത പറഞ്ഞ് ദൈവത്തെ ഇറക്കാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് രാവിലെ എടുത്ത് പ്രത്യക്ഷിക്കണം പ്രാർത്ഥന ചെയ്യില്ലേ, അപ്പോഴപ്പോയി സ്ഥിരത പോയി. സ്ഥിരത എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉടമ്പടിയല്ലേ ദൈവമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ദൈവത്തിന് നിരക്കാത്ത വർത്തമാനങ്ങൾ ഒഴിവാക്കണം. മനസ്സിലായില്ലേ? ദൈവമായിട്ടുള്ള സ്ഥിരത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തുള്ളൊരു ജീവിതമാണെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകണം. അല്ലാതെ ഇത് കൊണ്ടുവന്ന് ഏതാണ്ട് കൊണ്ടുവന്ന് എഴുതി ആട് പ്രസവിക്കണം, അമ്മ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊണ്ടുവന്ന് ഇടത്തില്ലേ, ഈ നേരത്തെ പെട്ടി കൊണ്ടുവന്ന് ഇടത്തില്ലേ ആൾക്കാർ. അതുപോലുള്ള അഭ്യാസം കാണിച്ചിട്ട് പോകരുത്. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാനെന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? അതായത് ഐ ആം നോട്ട് ദാറ്റ് സാറ്റിസ്ഫൈഡ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അതായത് ഉടമ്പടി എന്നൊരു പക്ക ഫോർമുലയാണ്. ഉടമ്പടിയിലേക്ക് കേരള സഭ എത്തിയത് 1975 തൊട്ട് 1925 വരെയുള്ള കാലമാണ്. ഈ 50 കൊല്ലമല്ലേ 75, 2025, അത് 50 കൊല്ലം അല്ലേ? 50 കൊല്ലമാണ് ദൈവം നമ്മളെ കേരള സഭയെ പരിപാലിച്ചു കൊണ്ടത്. കാര്യം എന്താണ്? കേരള സഭയെക്കുറിച്ച് കർത്താവിന് ഭയങ്കരമായ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ സാത്താനും നല്ല പ്രതീക്ഷയുള്ള സ്ഥലമാണിത്. അത് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം കേരള സഭയിലുള്ള എന്താണ്? ദൈവം ഇതിനെ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചു കൊണ്ട് പോണത് സാത്താനും നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ലോകത്തെ തകർക്കാൻ കേരള സഭയെ ഉപയോഗിക്കണം. അതിനാണ് അവർ കുർബാനയൊക്കെ ഉപയോഗിക്കുന്നത്. ആ കുർബാന വിഷയമാകണം. എന്താ തർക്കം? ശരിക്കും പറഞ്ഞാൽ ഫ്രീ മേസൺസിൻ്റെ കാലത്ത് കുർബാന അപമാനിക്കപ്പെട്ടതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇന്ന് പലപ്പോഴും കുർബാന ഒരു തർക്കത്തിൻ്റെ വിഷയമായി മാറുന്നില്ലേ? കാരണം കേരള സഭയെക്കുറിച്ച് ഒരു ആഗോളമായ പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. കാര്യം എല്ലായിടത്തും വിശ്വാസത്തിന് വിളക്ക് കെട്ടാൽ ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടുത്തെ കന്യകമാരും ഇവിടുത്തെ നീതിമാന്മാരും ഇവിടുത്തെ അഭിഷിക്തരും ഇവിടുത്തെ പ്രവാചകന്മാരും ലോകം മുഴുവനും വിശ്വാസം ജനിപ്പിക്കും. ഞാൻ അയർലൻഡിൽ നിന്ന് പോന്നപ്പോൾ എൻ്റെ ഒരു സഹോദരൻ പ്രവർത്തകൻ ജോജോ വിളിച്ച് പറഞ്ഞു വെച്ചാൽ സായിപ്പച്ചന്മാരൊക്കെ ഇവിടെ ഹാപ്പിയാണെന്ന് പറഞ്ഞു. എന്താണ് കാര്യം? നമ്മുടെ ആൾക്കാർ ധ്യാനം കൂടി അവരുടെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ പള്ളിയിലൊക്കെ ആൾ കൂടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അയാളുടെ പേര് പറയാൻ കാര്യം അയാളത് പറഞ്ഞു സത്യമാണ് നിങ്ങൾ ധരിക്കാൻ വേണ്ടിയാണ്. എന്താ കാര്യം? എന്താണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള ആ ദേവാലയത്തിലെ ആ തദ്ദേശീയരുടെ ദേവാലയത്തിൽ പോലും ജനങ്ങൾ പ്രാർത്ഥനാ നിരപരമായി. ദാറ്റ് മീൻസ് എന്താ കാര്യം? കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. ഇവിടുത്തെ അഭിഷിക്തർ, ഇവിടുത്തെ പ്രവാചകർ, ഇവിടുത്തെ അപ്പോസ്തലന്മാർ ലോകം മുഴുവനും പോയി ലോകത്തിന് വന്ന വിശ്വാസ തകർച്ച ചെയ്യുന്നതിന് വീണ്ടെടുക്കാൻ കേരള സഭയെ കർത്താവ് വളരെ വളരെ ശക്തമായ രീതിയിൽ 1975 കരിസ്മാറ്റിക് ധ്യാനം ഇവിടെ വന്ന കാലം മുതൽ പ്രത്യേക പരിചരണത്തിൽ കൊണ്ടുവരികയാണ്. അത് സാത്താനും അറിയാം. അത് സാത്താനെ അറിയാവുന്ന നമ്മുടെ അപ്പോസ്തലന്മാർക്ക് അറിയണം. അത് മനസ്സിലാക്കേണ്ട അടിയന്തരമായിട്ട് ഈ വിഷയം എത്രയും വേഗം ക്ലോസ് ചെയ്യണം. സഭയ്ക്ക് ഡാമേജ് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ജയപരാജയങ്ങളുടെ പ്രശ്നങ്ങളില്ല. ഇത് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സഭയ്ക്ക് ഡാമേജ് ഇല്ലാതെ ഈ വിഷയം പര്യവസാനിച്ചാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇതിൽ പ്രവർത്തിച്ചതെന്നാണ്. അതിനുവേണ്ടി സ്തുതിക്കട്ടെ. എന്റെ ഉള്ളിൽ വസിക്കാൻ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദൈവമേ സഭയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
എൻ്റെ ഉള്ളിൽ എല്ലാ തിന്മയുടെ ശക്തികളെയും പരിശുദ്ധ അമ്മയുടെ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ